ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഇസ്ലാമിക ഭരണാധികാരികൾ ഇപ്പോൾ എന്ത് അവർ തോന്നിവാസം ചെയ്താലും അതൊക്കെ നമ്മൾ അംഗീകരിക്കണം. അതല്ല ഇവിടെ പറഞ്ഞൊരു ഉദ്ദേശം. നമുക്ക് തിരുത്താൻ കഴിയുന്ന രീതിയും അഹ്ലുസുന്ന പഠിപ്പിച്ച രീതിയുണ്ട്. ആ രീതിയിൽ തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ആ വിഷയം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് തടസ്സമല്ല. ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സൂറത്തു നിസായിൽ 59-ാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ലൗ അന്ന വലിയൽ അംരി അഖറ അംറൻ മുൻകറൻ. ഇനി ഒരു വലിയ അമർ രാജ്യത്തിൻ്റെ, ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരി അയാൾ തിന്മ അംഗീകരിക്കണം. അപ്പോൾ ഇതുപോലെ എന്ന് വെച്ചാൽ അദ്ദേഹം പറയാണ്, പിന്നെ ഇതുപോലെ യൂജദു ഫി ബഅദിൽ ബിലാദിൽ ഇസ്ലാമി വൽ ബിലാദിൽ ഖരീബ മിന്ന ബൈൽ ഖംരി അലാനിയത്തൻ. അപ്പോൾ കള്ള് പരസ്യമായിട്ട് എന്ത് ചെയ്യാം, ബക്കാലകളിലും അതുപോലെ തന്നെ സ്ഥലങ്ങളിലൊക്കെ കച്ചവടം ചെയ്യാമെന്ന് ഭരണാധികാരി അംഗീകാരം കൊടുക്കും, ഇസ്ലാമിക ഭരണാധികാരി അംഗീകാരം കൊടുക്കും. അപ്പോൾ എന്താണ് ആ വിഷയത്തിൽ മുസ്ലിം സ്വീകരിക്കണം നിലപാട്? ആ ഭരണാധികാരികൾക്ക് ഇപ്പോഴും പുറപ്പെടുവിക്കുകയാണോ? അദ്ദേഹം പറയാണ്, ഫഹൽ നഖൂലു ലിന്നാസ്, നമ്മൾ ജനങ്ങളോട് ഇങ്ങനെ പറയണോ, ലാ തഹദുറുന്നാസ് മിൻഹ ബിനാ അൻ അല അന്ന വലിയ അംരി സമഹ മിൻഹ. അത് ഇനിയൊന്നും ഉണ്ടണ്ട, ഭരണാധികാരികൾക്ക് ഉണ്ടാൻ പാടില്ല, ഒന്നും നമ്മളത് അനുവദിച്ചു കൊടുക്കാം എന്നാണ് പറയേണ്ടതില്ല. അങ്ങനെയല്ല പറയുന്നത്. ബൽ യജിബു അൻ നുഹദ്ദിറ അന്നാസ മിൻഹ, ജനങ്ങളോട് നമ്മൾ പറയണം നിങ്ങൾ കള്ള് കുടിക്കാൻ പാടില്ല. ലാക്കിൻ ലാ യൻതഖിദു വലിയൽ അംരി ബിഖറാറിഹിയഹ, പക്ഷേ ഈ പ്രവർത്തനത്തിൻ്റെ പേരിൽ നമ്മൾ ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ പാടില്ല. അപ്പോൾ ചില ആൾക്ക് ഇതൊക്കെ കൊട്ടാര പണ്ഡിതന്മാർ, ഇതൊന്നും ഇതാണ് അഹ്ലുസുന്ന നിലപാട്, ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. അതിന് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും, ഇനി കൊട്ടാര പണ്ഡിതെന്നോ കുടിൽ പണ്ഡിതെന്നോ, അക്രമങ്ങൾക്ക് വിധേയമായ ആളുകൂടിയാണ് ഇത് ഇബ്നു ഉസൈമിൻ്റെ വിഷയമാണ്. ബൽ യൻസഹു, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് നസീഹത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് അഹ്ലുസുന്ന. ഈ അഹ്ലുസുന്നയുടെ നിലപാട് ദഹിക്കാത്ത ആളുകൾ ലോകത്ത് ഏത് കാലത്തുണ്ടായിട്ടുണ്ട്.